നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇടിയപ്പവും മുട്ടക്കറി, നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഇടിയപ്പത്തിന് മാവ് നനയ്ക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം തിളച്ചപ്പോഴത്തേക്ക് മാവ് പിഴിഞ്ഞെടുത്തിട്ടുള്ള മാവ് അങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇടിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. അതിങ്ങ് എടുത്ത് കാസറോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തൊരു തട്ട് കൂടി വെച്ച് കൊടുത്തു. അതും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വെന്തപ്പോഴത്തേക്ക് അത് ഞാനിങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതും വെന്തു. അപ്പം നമുക്ക് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി മുട്ടക്കറി വെക്കാനായിട്ട് ഒരു പാൻ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 3 ഗ്രാമ്പു ഉണ്ട്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 ഉണ്ട് ചെറിയ ഉള്ളി അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇത് മുഴുവനും ചെറിയ ഉള്ളി ചേർത്താൽ ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ കുറച്ച് സവോള കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കാണ് സവോള ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ അത്. ഒരുപാട് സമയം വേണ്ട, ഒരുപാട് സമയം വഴറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ അത്. അതങ്ങ് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഒരു 2 പച്ചമുളക് അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഒരു വലിയ തക്കാളി അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇടിയപ്പത്തിനാകുമ്പോൾ കുറച്ചൊരു ഗ്രേവി വേണമല്ലോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. ഇനിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴും വീഡിയോ എടുക്കുന്നതും എല്ലാം കൂടെ കുറച്ച് തിരക്കായിരിക്കും. അതുകൊണ്ട് ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ദാ ഒന്നെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറി വരണം. അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല രീതിയിലൊന്ന് വാടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്താണ്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ചേർത്തത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. പിന്നെ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ട് അത്രയും വെള്ളം ചേർത്ത് കേട്ടോ. പിന്നെ ഏതാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിക്കും കേട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടാണ് ഒന്ന് തിളച്ചപ്പോഴത്തേക്കാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഇവിടെ ഒരു 10-15 മിനിറ്റ് സമയം ഇരുന്നപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ എടുത്തിട്ടില്ല. 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു.
തേങ്ങാപ്പാലൊന്ന് ചെറിയ രീതിയിൽ തിളച്ച് വരണം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 4 മുട്ടയാണ് ഇട്ടത്. പുഴുങ്ങിയത് ഇതുപോലെ മുറിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഇത് ഈ കറിക്ക് അങ്ങനെ മുറിച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ അത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വീണ്ടും 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 ഓർമ്മപ്പെടുത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിന്തുണയ്ക്കണം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് അടച്ചു വെച്ചു. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഗ്രേവിയിലോട്ടൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്റ്റവ് ഓഫ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. വീണ്ടും മറ്റൊരു വീഡിയോയുമേ വരാം. താങ്ക്